അജു എസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിൽ ആരെങ്കിലും സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ട്? ഇപ്പം സ്റ്റാമ്പും ഈ കത്തയക്കലും ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. നിങ്ങളിൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ഹോബീസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇങ്ങനെ ഇതുപോലുള്ള പല ഹോബികളുള്ളതിലൊന്നാണ് ഇത് ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ ഈ സ്റ്റാമ്പ് കളക്ഷൻ. ഇപ്പം ഞാനിതൊന്നും നോക്കാറേ ഇല്ല കേട്ടോ. കുറേ നാളായി എടുത്തിട്ട് തന്നെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഇതിങ്ങനെ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ചെയ്യാറില്ല. ഇതൊക്കെ 10-30 വർഷം മുമ്പുള്ളതാണ്. ഇപ്പം ഇങ്ങനെ ഇതിനെക്കുറിച്ച് നോക്കാറുമില്ല, ചെയ്യാറുമില്ല, ശ്രദ്ധിക്കാറേ ഇല്ല. ഇതിങ്ങനെ അന്ന് കളക്ട് ചെയ്ത 2 ആൽബം ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കാണിക്കുക. ഇപ്പം ഇതൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. മുമ്പൊക്കെ പലരുടെയും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. പണ്ടിങ്ങനെ വീഡിയോ ഇതൊന്നുമല്ല, പേപ്പറിലൊക്കെ തന്നെ വായിച്ചിട്ടുണ്ട്. വീക്കിലിലൊക്കെ വരും, പത്രത്തിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നവരെ കുറിച്ചൊക്കെ ഇങ്ങനെ അറിയാം. ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നേരിട്ട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് കളക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതിങ്ങനെ പല രാജ്യങ്ങളുടെ ഇതൊക്കെ ഇന്ത്യയുടെയാണ് കേട്ടോ. കുറേ ഉണ്ട് എൻ്റെ കയ്യിലിങ്ങനെ. ഈ ആൽബത്തിൽ ഒരുപാടൊന്നും ഇല്ല. അവിടെ വെച്ച് ഞാനത് കളക്ട് ചെയ്തേ ഉള്ളൂ. അന്ന് പിന്നെ പിള്ളേരൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ചെറുതിലൊക്കെ ആകുമ്പോൾ അതൊക്കെ ഇതിൻ്റെ പുറകെയൊക്കെ നിൽക്കാറുണ്ട്. പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവരുടെ പുറകെയായി, പിന്നെ അവരുടെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ അതിൽ നിന്നൊക്കെ ഉള്ള ശ്രദ്ധയൊക്കെ അങ്ങ് പോയി. പിന്നെ ഇതിലോട്ടൊന്നും ഒരു താല്പര്യവും വന്നിട്ടില്ല. ഇപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം കത്തെഴുത്തോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എല്ലാം ഫോൺ പണ്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി അങ്ങനെയൊക്കെ അല്ലേ. ഇപ്പോൾ വാട്സപ്പും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം കൂടുതലും. അല്ലാതെ ഇങ്ങനെയൊന്നും കത്തെഴുതുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ആർക്കും അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ. സ്റ്റാമ്പ് ഏതിൽ നിന്നൊക്കെ ഇങ്ങനെ ഇളകിയൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. UAEയുടെ സ്റ്റാമ്പ് ഒരെണ്ണം ഇളകി വീണു. ഇത് കുറേ നാളുകൊണ്ട് ഞാനിത് തുറന്നു നോക്കാറേ ഇല്ലെന്ന് വേണം പറയാൻ. ഇതെല്ലാം ഇളകിയിരിക്കുവാണല്ലോ. കുറേ നാളായി തുറന്നു നോക്കിയിട്ട് തന്നെ. ഞാൻ നേരത്തെ തുറന്നു നോക്കിയിരുന്നെങ്കിൽ എല്ലാം വെച്ചിട്ട് കാണിക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാനിപ്പം ഹോസ്പിറ്റലിൽ നിന്നിപ്പോൾ വന്നതേ ഉള്ളൂ. മണി 10 തോന്നുന്നു, 10:06. ഹോസ്പിറ്റലിൽ ഞാനിപ്പോഴാണ് വന്നപ്പം എനിക്ക് തോന്നി ഇത് ഇങ്ങനെയൊന്ന് ചെയ്യാം. കുറച്ച് നാളുകൊണ്ട് ഞാൻ ഈ സ്റ്റാമ്പിന് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പിന്നെയായിട്ട് ഇങ്ങനെ വെച്ചിരുന്നതാണ്. അങ്ങനെ മാറ്റി വെച്ചതാണ് ഇതിനെ. ഇതൊക്കെ ഇളകിയിരിക്കുകയാണ്. കുറച്ചാൾ മുമ്പ് ഞാൻ വിചാരിച്ച് ഇതെടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്താലോ എന്നൊക്കെ വിചാരിച്ച്. ആരെങ്കിലും കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാമല്ലോ എന്നൊക്കെ കരുതി. ഇവിടെ പിള്ളേർക്കൊന്നും ഇതിനകത്തൊന്നും ഒരു താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇത് മുമ്പ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് കളക്ട് ചെയ്താണല്ലോ എന്ന് കരുതി ഇങ്ങനെ വെച്ചിരിക്കാമെന്നേ ഉള്ളൂ. അവർക്കൊന്നും ഇതിലോട്ടൊന്നും ഒരു താല്പര്യവും ഇല്ല. ഇത് അജ്മാനിലാണ്. വലിയ സ്റ്റാമ്പ് കേട്ടോ. ഇപ്പോഴത്തെ സ്റ്റാമ്പിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല. ഇപ്പം സ്റ്റാമ്പ് എങ്ങനത്തെ സ്റ്റാമ്പാണ്, അതിൻ്റെ രൂപമൊക്കെ മാറ്റമുണ്ടോ എന്നൊന്നും എനിക്കിപ്പോൾ അറിയാൻ വയ്യ. ഒന്നും അറിയത്തില്ല. ഇത് ഞാനത് കുറേ സ്റ്റാമ്പ് ഇങ്ങനെ കവറിലാക്കി വെച്ചിരുന്നത് പിന്നീട് ചെയ്യാം, ഇതൊക്കെ റെഡിയാക്കി വെക്കാമെന്നുള്ള ഇതിങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ് ഇതിങ്ങനെ കുറേ കാണുന്നത്. ഇതിലും ഉണ്ട് കുറേ. പിന്നെ ഈ കവറിലും ഞാൻ ഇട്ട് കുറേ വെച്ചിട്ടുണ്ട്. പിന്നീട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നേയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ കളക്ട് ചെയ്യുന്നവരാരെങ്കിലും? ഇത്രയേ ഉള്ളൂ സ്റ്റാമ്പ് ആൽബം. എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ടാവുമോ എന്നറിയത്തില്ല. അപ്പോൾ ക്യാമറ കുറച്ചും കൊണ്ട് മാറിയിരിക്കുകയായിരുന്നു നേരത്തെ. കൈ തട്ടി ക്യാമറ ഇങ്ങനെ അനങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഇത് ഗൾഫിലുണ്ടായിരുന്ന സമയത്ത്
ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെയാണ് എനിക്ക് ആദ്യമേ കുറച്ച് ഒരു ആൽബം ഇങ്ങനെ അതിൽ കുറേ എല്ലാം അടുക്കിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തന്നത്. എന്നിട്ട് പിന്നെ ഒരു ആൽബം കൂടി തന്നു കളക്ട് ചെയ്യാനായിട്ട്. അന്ന് എനിക്ക് ഇത് കളക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഞാനിപ്പം വന്നിട്ടൊരു 10-15 മിനിറ്റേ ആയിട്ടുള്ളൂ. 10:10 തോന്നുന്നു. അപ്പോൾ വന്നപ്പോൾ ഞാനിത് ഡ്രസ്സ് മാറുന്നതിന് എന്നൊരു വീഡിയോ കൂടെ എടുത്തിട്ട് ആൽബം ഇരിക്കുന്നതുകൊണ്ട് ആൽബം കുറച്ച് ദിവസം കൊണ്ട് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നത്തേക്ക് മാറ്റി വെച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പം ഇതും കൂടെ എടുത്തിട്ട് അങ്ങ് എടുക്കാമെന്ന് കരുതി. അങ്ങനെയാണ്. അപ്പം ഞാനിത് നോക്കാറേ ഇല്ല. ഇത് ഇപ്പോൾ കുറേ നാളായിട്ട് ആൽബം നോക്കാറേ ഇല്ല. ഇത് ആരെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് വെച്ചാൽ ഞാനത് കൊടുക്കാൻ തയ്യാറാണ്. കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്ര ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ, ചുമ്മാ രസത്തിന് വേണ്ടി വാങ്ങിച്ച് വെക്കുന്നവരല്ല, അല്ലാതെ ഉള്ളവരാണെങ്കിൽ ഞാനിത് കൊടുക്കാനും തയ്യാറാണ്. എൻ്റെ കയ്യിലുള്ളത് അത്രയും കൊടുക്കാം. അല്ലെങ്കിൽ ആവശ്യമുള്ള സ്റ്റാമ്പ് എൻ്റെ കൈവശം ഉള്ളതാണെങ്കിൽ അറിഞ്ഞു ചോദിച്ചാലും കൊടുക്കാം. ഒരുപാട് രാജ്യങ്ങളുടെയൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഒരുപാട് രാജ്യങ്ങളുടെ ഇല്ലാത്തതുകൊണ്ട് കുറേ രാജ്യങ്ങളുടെയൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. കറക്റ്റ് ഞാനിപ്പം ഏതൊക്കെയാണ് എത്രയാണെന്ന് നോക്കിയിട്ടൊന്നുമില്ല. എത്ര രാജ്യങ്ങളുടെ ഉണ്ടെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. കാരണം ഇത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ തുറക്കാതെ വെച്ചിരിക്കുന്നതാണിത്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ തുറക്കാതെ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് 30 വർഷം കഴിഞ്ഞു ഇത് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ചിട്ട്. ഇത് ഞാനിപ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പ് ഒന്ന് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് പിന്നെ അങ്ങനെ വെച്ചിരുന്നു. ഓരോ പ്രാവശ്യം വിചാരിക്കും ബാക്കിയുള്ളതൊക്കെ അടുക്കി പറക്കി വെക്കാനുള്ളതൊക്കെ വെക്കാം. പക്ഷെ അതെൻ്റെ കയ്യിൽ ഉള്ള രാജ്യങ്ങളുടെ തന്നെയായിരുന്നു. ഓരോ രാജ്യത്തിന് നമ്മൾ ഇല്ലാത്ത സ്റ്റാമ്പ് ഉണ്ടാവില്ലേ, അതങ്ങനെയൊക്കെ അന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് കളക്ട് ചെയ്യുന്നവർ ഒരാളുടെ കയ്യിലില്ലാത്തത് അടുത്തയാളിനെ കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ആദ്യം ഉള്ളത് ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെ കയ്യിലും എല്ലാം കാണുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നൊന്നും ഈ യൂട്യൂബും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോഴാണ് എല്ലാവർക്കും അറിയാം. അങ്ങനെ 2 എണ്ണം. അപ്പോൾ ഞാനിത് കൊടുക്കാമെന്നൊക്കെ വെച്ചാൽ പിള്ളേർ പറഞ്ഞ് വെച്ചിരിക്കുക, കൊടുക്കേണ്ട, അതൊക്കെ നല്ല അങ്ങനെ വിചാരിക്കും. ഞാനിത് കൊടുക്കാമെന്ന് പറയുന്നത് അവർ ആണെങ്കിൽ അറിയത്തില്ല എന്താ പറയുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്നാലും ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഞാനിങ്ങനെയൊക്കെ ചെയ്തിരുന്നല്ലോ എന്ന് അങ്ങനെ വിചാരിക്കും. അപ്പം ഇതിങ്ങനെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ വെറുതെ. അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഞാൻ നിർത്തിയിട്ട് പോയിട്ട് ഒന്നുകൂടെ പറയാണ്. പക്ഷേ ഇത്രയും വർഷം ഞാൻ പറഞ്ഞു 30 വർഷം കഴിഞ്ഞു ഈ ആൽബം ഇങ്ങനെ എൻ്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം 93 മുതൽ എൻ്റെ കയ്യിലുണ്ട് ഈ ആൽബം. അപ്പോൾ ഇത്രയും വർഷം ഞാനിത്രയും സൂക്ഷിച്ച് വെച്ചിരുന്നില്ല. ഒരു പൊടിയൊന്നും പിടിച്ചിട്ടില്ല, അഴുക്കാവാതെ, പൊടി പിടിക്കാതെ. പക്ഷേ ഇതിൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നു ഈ ആൽബത്തിന് പുറത്തിടാൻ ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവർ മാത്രം ഇപ്പോൾ എടുത്തപ്പം ഒരു പൊടിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത്രയും വർഷം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നില്ല. ഞാനത് നോക്കുന്നില്ല, വീണ്ടും കളക്ട് ചെയ്തില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ ഇത്രയും വർഷം ഞാനത് സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമല്ലേ. ഇനി അങ്ങനെ അത് കളയുന്നൊരു സ്വഭാവമില്ല. എല്ലാം എന്ത് കിട്ടിയാലും സൂക്ഷിച്ച് വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നാളിതിങ്ങനെ ഇരുന്നത്. അപ്പോൾ വീണ്ടും ഓക്കെ, ബൈ.